അരുൺ ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹംസപറക്കാട്ട് പറഞ്ഞിരിക്കും പ്രധാനപ്പെട്ട വാദം ഇതിന് പിന്നീട് ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അൻവറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറെ കാലങ്ങളായി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിടിക്കാൻ വേണ്ടി. ഇതൊരു അവസരമായി എടുത്തു, അതിന് തിരിച്ചടിയല്ലേ? തീർച്ചയായും അൻവറിന്റെ ഒരു ടാക്ടിക്കൽ ചേഞ്ച് കൂടെ നമുക്ക് ഇതിനകത്ത് കാണേണ്ടതുണ്ട്. കാരണം അത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് അൻവർ തുടക്കത്തിൽ തന്നെ ആരോപിച്ചത്. പിന്നീട് ഒരു ഘട്ടത്തിൽ അൻവർ സജീവ ചർച്ചയായിരുന്നില്ല, ഇടക്കാലത്ത് നമുക്കറിയാം. പിന്നീട് വീണ്ടും ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അൻവർ സജീവമാകാൻ ശ്രമിച്ചത്. അതിനിടെയാണ് ഈ ഒരു സമരം നടത്തുന്നത്. ഇന്നലെ ഉണ്ടാകുന്ന ഈ സംഭവം നാടകീയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. അതിലൊരു രാഷ്ട്രീയ വിജയം തന്നെ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിധിയുടെ തന്നെ വ്യക്തമാണ്. അത് DMKയുടെ ഒരു തിരിച്ചുവരവായി തന്നെ വിലയിരുത്തപ്പെടാം. ഈ ഒരു ഫേസ് ഇനി അൻവറിന് രാഷ്ട്രീയമായി തന്നെ മുതലെടുക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടമായി തന്നെ വിലയിരുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ FIR രജിസ്റ്റർ ചെയ്തതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ വീഴ്ച, ഈ ധൃതി പിടിച്ചൊരു നീക്കം അത് തിരിച്ചടിയായത്. അതെ, നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടതുപോലെ തന്നെ ഈ പ്രോസിക്യൂഷന്റെ വാദം ദുർബലമായിരുന്നു എന്ന വിലയിരുത്തൽ കോടതി തന്നെ ഒരു ചോദ്യം മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. 12 മണി മുതൽ കസ്റ്റഡിയുള്ള പ്രതികൾ എന്തുകൊണ്ട് FIR പേരില്ല, PV അൻവറിന്റെ പേരുണ്ടെന്ന് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോഴും പ്രോസിക്യൂഷന്റെ മറുവാദം ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട സമരവും ഒക്കെ ഈ മാർച്ചിൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു. പ്രോസിക്യൂഷന്റെ വാദം ദുർബലമായി പോയി എന്നുള്ളതാണ്. അവിടെ കൃത്യമായി വാദിക്കാൻ പ്രതിഭാഗത്തിന് സാധിച്ചു. അതുപോലെ തന്നെ കോടതിയുടെ ഒരു അനുകൂല വിധിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇനി കാണേണ്ടത് PV അൻവറിന്റെ ഇത്തരത്തിലുള്ള നമ്മൾ നേരത്തെ ഹംസപറക്കാട്ട് ഉൾപ്പെടെ സൂചിപ്പിച്ച ഒരു രാഷ്ട്രീയ വിജയമായി ആഘോഷിച്ചുകൊണ്ടുള്ള പ്രകടനം തന്നെയായിരിക്കുകയാണ്. അതൊരു തിരിച്ചുവരവിനുള്ള അവസരം കൂടിയാണ് PV അൻവറിന് ലഭിച്ചിരിക്കുന്നത് രാഷ്ട്രീയപരമായി തന്നെ നോക്കുമ്പോൾ. തീർച്ചയായും ഇത് കോടതിയിലുള്ളൊരു നിയമ പോരാട്ടം എന്നതിലുപരിയായി ആ വിധി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയായിരിക്കും ഇപ്പോൾ PV അൻവറിന്റെയും അദ്ദേഹത്തിന്റെ സംഘവും തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ്. ഷഹീദ്, അവിടെയാണ് നേരത്തെ പ്രതിഭാഗം കാണിച്ചതുപോലെ അറസ്റ്റ് എന്തുകൊണ്ട് നിർബന്ധമാകുന്നു ഈ കേസിൽ എന്നുള്ളതാണ്. പൊതുമുതൽ നശിപ്പിച്ച കേസാണ്. അവിടെ തിടുക്കപ്പെട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വീട് വളഞ്ഞ് 9 മണിയോടുകൂടി പോലീസ് നടത്തിയ ഒരു നാടകം, അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് പ്രതിഭാഗം ഉയർത്തിയത്. അപ്പോൾ ഗൗരവത്തോടുകൂടി അത് കോടതി കണ്ടിരിക്കണം. അങ്ങനെയാണോ ഇപ്പോൾ ഒരു ബെയിൽ ഗ്രാന്റ് ചെയ്തിരിക്കുന്നത്? ആ പൂർണ്ണമായിട്ടുള്ള പരാമർശങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിന്നും വിധിയുടെ പൂർണ്ണരൂപമായി അറിയുമല്ലോ. എങ്കിലും ഇപ്പോൾ നേരത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതിനെ രാഷ്ട്രീയ ഊർജമായി മാറ്റുകയാണോ DMK എന്നുള്ളതാണ്. ഇനി അൻവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള പ്രതികരണവും വളരെ പ്രസക്തമാകില്ലേ ഷഹീദ്? തീർച്ചയായും നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ് അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പ്രവേശനം. അദ്ദേഹം സർക്കാരിനെയും CPM പ്രതിക്കൂട്ടിലാക്കി നടത്തിയ പ്രസ്താവനകൾ, അദ്ദേഹത്തിന് ഇടപെടലുകൾ, വാർത്താ സമ്മേളനങ്ങൾ, ഇത് സർക്കാരിനുണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതിനൊടുവിലാണ് CPM നിന്നും സംവിധാനത്തിൽ നിന്നുമൊക്കെ അൻവറിന് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് അൻവർ അതിന്റെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളിൽ അൻവറിന് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നതായിരുന്നു. പലപ്പോഴും പല രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത് പരാജയപ്പെടുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ വേറൊരു തരത്തിൽ പറഞ്ഞ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച മൂവ്മെന്റ് ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഒരു വന്യജീവി പ്രശ്നം ഉയർത്തി കാണിച്ച് വലിയൊരു മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. ആ മാർച്ചിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആ രീതിയിലുള്ള വലിയ ജനപങ്കാളിത്തമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാർച്ചിന്റെ ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് നിലമ്പൂരിൽ ഈ ആദിവാസി യുവാവ് ആന ചവിട്ടി കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായത്. അത് താൻ മുന്നോട്ട് വെച്ച ഈ മലയോര മേഖലയുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ച് പ്രക്ഷോഭത്തിനുള്ള അവസരമായി അൻവർ എടുക്കുന്നു. ആ സംഭവം കേസിൽപ്പെടുന്നു. ഈ കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജാമ്യം ലഭിച്ചുകൊണ്ടുള്ള ഈ വിജയം അദ്ദേഹത്തിന്റെ നിയമപരമായ ഒരു വിജയം എന്നതിലുപരിയായി അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള ഊർജ്ജമായി എടുക്കുകയും അത് ഒരു അതാണ് വളരെ പ്രസക്തമായിട്ട് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നിമിഷങ്ങളിൽ കേരളം കാണാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റായി അതിനെ കൊണ്ടുപോകുന്നു DMKയും PV അൻവറും എന്നുള്ളതാണ്.